ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് വീണ്ടും. ലോകകപ്പ് ഫുട്ബോൾ കമന്ററി പറയാൻ കിട്ടിയ അവസരം ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങളെന്ന് പ്രമുഖ ഫുട്ബോൾ കമന്റേറ്റർ ഷൈജു ദാമോദരൻ. പ്രേക്ഷക പങ്കാളിത്തം വർദ്ധിച്ചതും അന്തർദേശീയ തലത്തിൽ തന്റെ വിവരണം ശ്രദ്ധിക്കപ്പെട്ടതും മലയാളത്തിനുള്ള അംഗീകാരമായെന്ന് ഷൈജു പറഞ്ഞു. ഷൈജു ദാമോദരനുമായി ഞങ്ങളുടെ പ്രതിനിധി ഡാനി പോൾ സംസാരിച്ചു. ഏതായാലും ആ ലോകകപ്പ് ആരവങ്ങൾക്ക് ഇടയിൽ നിന്നിപ്പോൾ ഷൈജു നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് ഷൈജുവിൻ്റെ ഒരു അനുഭവങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ലോകകപ്പിൻ്റെ വിശേഷങ്ങൾ, മത്സരങ്ങൾ, ഇതിൽ ഈ കമൻട്രിയിൽ നിന്ന് ലഭിച്ച അതിൻ്റെ ഒരു ഫീഡ്ബാക്ക്, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പ്രേക്ഷകരോട് ഷൈജു പങ്കുവയ്ക്കുന്നു. ഷൈജു, സ്വാഗതം. താങ്ക് യു. നമസ്കാരം. ഇത് എങ്ങനെയിരുന്നു ഇത്തവണത്തെ? സാധാരണ ഐ എസ് എൽ മത്സരങ്ങൾക്ക് ഷൈജുവിൻ്റെ ശബ്ദം പരിചിതമാണ്. ലോകകപ്പിലേക്ക് വരുമ്പോൾ ഈ മത്സരങ്ങളുടെ ഒരു നമ്മൾ കണ്ട ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളൊരു മത്സരങ്ങൾ കാണുന്നു, എല്ലാം തന്നെ കാണുന്നു. എങ്ങനെയായിരുന്നു മൊത്തത്തിൽ ഒരു അനുഭവങ്ങൾ? എങ്ങനെയായിരുന്നു? അവിസ്മരണീയം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവിസ്മരണീയം. വേൾഡ് കപ്പാണ്. അതൊരു എന്താ പറയുക, ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ അൾട്ടിമേറ്റ് ആണ് വേൾഡ് കപ്പ്. അതിൻ്റെ അപ്പുറം വേറെ ഒന്നും ഇല്ലല്ലോ. വേൾഡ് കപ്പ് ഫുട്ബോൾ അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് സാധനമാണ്. പിന്നെ ഒരു കളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഡ്രീമാണ് വേൾഡ് കപ്പിൽ കളിക്കുക എന്നുള്ളത്. രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നമാണ് വേൾഡ് കപ്പിൽ ഒരു തവണയെങ്കിലും പന്ത് കിട്ടുക എന്നുള്ളത്. ലൈക്ക് കമൻറ്റേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പിന് വേണ്ടി കമൻട്രി പറയുക, നമ്മളൊരു കണ്ണടച്ച് ഇരിക്കുമ്പോൾ ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ, സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കൺമുന്നിൽ റൊണാൾഡോ കളിക്കുന്നു, നമ്മുടെ കൺമുന്നിൽ റൊണാൾഡോ ഹാട്രിക് അടിക്കുന്നു, ലയണൽ മെസ്സി ഒരു പന്ത് ട്രാപ്പ് ചെയ്ത് ഗോൾ അടിക്കുന്നു. ഇതൊക്കെ ശരിക്കും ഞാനിപ്പോൾ സ്വയം ഇങ്ങനെ നുള്ളി നോക്കും. ഇതൊക്കെ യാഥാർത്ഥ്യ സത്യം തന്നെയാണോ? ഇതൊക്കെ സംഭവിച്ചത് തന്നെയാണോ? 64 മത്സരങ്ങൾ, വേൾഡ് കപ്പിൻ്റെ മത്സരങ്ങൾക്ക് കമൻട്രി പറയാൻ സാധിക്കുക, ഒരു വേൾഡ് കപ്പ് ത്രൂ ഔട്ട് കമൻട്രി പറയുക, അതും എത്രയോ മനോഹരമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാവാൻ സാധിക്കുക. ഒരു ഉത്സവത്തിൻ്റെ ഇടയിലൂടെ ഞാൻ സഞ്ചരിച്ചതായി ഇവിടെ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക. അതോടൊപ്പം ഈ ഷൈജുവിൻ്റെ കമൻട്രി പലപ്പോഴും നേരത്തെയും ഇപ്പോഴും വൈറലാകുന്നു, പല അതിൻ്റെ ഒരു പ്രയോഗങ്ങൾ വൈറലാകുന്നു. പക്ഷെ ഇത്തവണ അന്താരാഷ്ട്ര തലം വരെ അത് മീഡിയ വരെ ചർച്ച ചെയ്യപ്പെട്ടു. അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും. ഉറപ്പായിട്ടും സന്തോഷം ഉണ്ടാകുമോ എന്നുള്ള ഓബ്വിയസ്ലി സന്തോഷം, എന്താ പറയുക, ആഹ്ലാദം, അതിരില്ലാത്ത ആഹ്ലാദമാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഭാഷ നമുക്കറിയാം, നിങ്ങളെപ്പോലെ എനിക്കും താങ്കൾക്കും എല്ലാവർക്കും അറിയാം. ഞാനിപ്പോഴും പറയും, ലോകത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഭാഷ നമ്മുടെ മലയാളമാണെന്ന് ഞാനിപ്പോഴും പറയും. ആ ഭാഷ, അതിൽ വരുന്ന കമൻട്രി, അത് അറിയാതെ ഇത് ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയിട്ടല്ലല്ലോ നമ്മളിതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ന്യൂസിലൻഡിലെ റേഡിയോ ചർച്ച ചെയ്യുന്നു ഇംഗ്ലീഷ് കമൻട്രി, വേൾഡ് കപ്പിൻ്റെ ടെലികാസ്റ്റിനെ കുറിച്ച്. വേൾഡ് കപ്പ് കമൻട്രി നിങ്ങൾ ഇംഗ്ലീഷിൽ കേൾക്കുമ്പോൾ ഇങ്ങനെ, നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ ഒരു ഇന്ത്യൻ കമൻട്രി എന്ന് പറഞ്ഞ് ന്യൂസിലൻഡ് റേഡിയോ ചർച്ച ചെയ്യുന്നത് നമ്മുടെ മലയാളം കമൻട്രി, റൊണാൾഡോ ഹാട്രിക് അടിച്ച സമയത്തെ കമൻട്രി. ഓസ്ട്രേലിയൻ സർക്കാരിൻ്റെ ഔദ്യോഗിക റേഡിയോ SBS എന്ന് പറയുന്ന ഓസ്ട്രേലിയയുടെ നാഷണൽ റേഡിയോ ആണ്. അവർ നമ്മളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, നമ്മുടെ ഇൻ്റർവ്യൂ കാണിക്കുന്നു. അതല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ അൽ ജസീറ TV അവർ നമ്മുടെ കാണിക്കുന്നു. ഇനി നാഷണൽ ചാനൽസ് അല്ല, ഇപ്പം CNN, News 18 ഉൾപ്പെടെയുള്ള എല്ലാ ചാനലുകളും. ഞാൻ നേരത്തെ ഡാനിയോട് പറഞ്ഞതുപോലെ ഇത് എന്താ പറയുക, മലയാളത്തിന് കിട്ടിയ എൻ്റെ കമൻട്രിക്കോ അല്ലെങ്കിൽ ഷൈജു ദാമോദരനോ കിട്ടിയ ഒരു റെക്കഗ്നീഷൻ എന്നതിലുപരി നമ്മുടെ ഭാഷയ്ക്ക്, നമ്മുടെ മലയാളത്തിന് കിട്ടിയ ഒരു അംഗീകാരമായിട്ട് കാണാനാണ് ഞാനിതിന് ആഗ്രഹിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽസ് പോലും ഈ വേൾഡ് കപ്പിൻ്റെ ഇടയ്ക്ക് ഒരു പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് ഫുട്ബോൾ ഇന്ത്യക്ക് മലയാളം കമൻട്രി ആണെന്നുള്ള രീതി പറയുകയുണ്ടായി. ഈ വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ സാന്നിധ്യമായി മാറാൻ മലയാളത്തിന് കഴിഞ്ഞു എന്ന് പറയുന്നതിൽ അതിനൊരു നിമിത്തമായി മാറാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവാനുഗ്രഹവും, നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ അതിൽ അങ്ങേയറ്റത്തെ അഭിമാനിക്കുന്ന ആളാണ്. ഈ റൊണാൾഡോ ഹാട്രിക് ഗോൾ നേടുന്ന ആ നിമിഷം ഈ ലോകകപ്പിൽ വെച്ച് നോക്കുമ്പോൾ അതായിരുന്നു ഏറ്റവും ആവേശത്തോടെ വിളിച്ചു പറഞ്ഞൊരു നിമിഷം എന്ന് പറയുന്നത്. നമ്മൾ ഒരുങ്ങി തന്നെ ആയിരിക്കുമല്ലോ പോകുന്നത്. ഈശ്വര, റൊണാൾഡോ ഒരു ഗോൾ അടിക്കണേ, അല്ലെങ്കിൽ മെസ്സി ഒരു ഗോൾ അടിക്കണേ, എന്നിട്ട് വേണമല്ലോ എൻ്റെ ഈ സാധനങ്ങൾ മുഴുവൻ പുറത്തേക്ക് വരാൻ. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതൊരു വേൾഡ് കപ്പിന്റെ 2ാമത്തെ ദിവസം തന്നെ, സെക്കൻഡ് ഡേയിലായിരുന്നു, പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ. റൊണാൾഡോ ഹാട്രിക് നേടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഫസ്റ്റ് മാച്ച് പോർച്ചുഗലിന്റെ, അതിൽ ഹാട്രിക് വരുന്നത് ആ ഫ്രീ കിക്കിലൂടെയുള്ള ഹാട്രിക്. ഈവൻ മലേഷ്യ തന്നെ വിളിച്ചു, അത് ഞാൻ പറയാൻ വിട്ടുപോയി. മലേഷ്യൻ റേഡിയോ അവർക്ക് വേറെ, കാരണം മലേഷ്യയിൽ തമിഴ് വംശജർ കൂടുതലുള്ളത് കൊണ്ട് രജനീകാന്ത് പോപ്പുലറാണ്. അതുകൊണ്ട് അവരുടെ ചോദ്യം, നിങ്ങൾ എങ്ങനെയാണ് മലയാളം കമൻട്രിയിൽ രജനി സാറിൻ്റെ പോപ്പുലർ ഡയലോഗ്സ് മിക്സ് ചെയ്യുന്നത്? ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് ഞങ്ങളുടെ മലയാളം കമൻട്രിയുടെ പ്രത്യേകത. ഞങ്ങളുടെ മലയാളം കമൻട്രിക്ക് വ്യാകരണമില്ല, ഞങ്ങളുടെ മലയാളം കമൻട്രിക്ക് പ്രത്യേക ലിപിയില്ല. പലപ്പോഴും ഇത്തവണ പല കമൻട്രി അതിൻ്റെ സെൻറ്റൻസുകളെല്ലാം തന്നെ വൈറലായിരുന്നു. കുട്ടികളടക്കം അതിൻ്റെ ഒരു മെമിക്രി അല്ലെങ്കിൽ ഡബ് മാഷൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്നു ഷൈജു? ആ ഒരു റൊണാൾഡോന്റെ കമൻട്രിയിൽ ചെയ്ത ഡബ് സ്മാഷുകളിൽ ഒരു 90% എൻ്റെ കയ്യിലെത്തി, ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാം അതിൻ്റെതായ സ്പിരിറ്റിൽ പബ്ലിസിറ്റി, വെദർ ഇറ്റ് ഈസ് നെഗറ്റീവ് ഓർ പോസിറ്റീവ്, നിങ്ങൾ പബ്ലിസൈസ് ചെയ്യപ്പെടുകയാണ്. ദാറ്റ്സ് ഇറ്റ്. ഇത്രയും മത്സരങ്ങൾ കാണുമ്പോൾ, ടീമുകളെ അടുത്ത് കാണുമ്പോൾ
ഷൈജുവിന് സത്യത്തിൽ ഏതെങ്കിലും ടീമിനോട് ഒരു അടുപ്പം സ്വാഭാവികമായി ഉണ്ടാവില്ലേ? കേരളത്തിലെ ഫുട്ബോൾ കാലാവസ്ഥയിൽ നമ്മൾ നമ്മുടെ ഫേവറേറ്റ് ടീമുകളെ കുറിച്ച് സംസാരിക്കുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട കളിക്കാരനെ കുറിച്ച് സംസാരിക്കുന്നതൊക്കെ വളരെ കരുതലോടെ വേണം. ഇത്രയും ഇമോഷണലായ, ഇത്രയും സെൻസിറ്റീവായ ഒരു ഫുട്ബോൾ ക്രൗഡിനെ നിങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ യു ഷുഡ് ബി മോർ കെയർഫുൾ. നിങ്ങളുടെ ഫേവറേറ്റ് ടീമിനെ കുറിച്ച് പറയുമ്പോൾ സൂക്ഷിക്കണം, നിങ്ങളുടെ ഫേവറേറ്റ് കളിക്കാരനെ കുറിച്ച് പറയുമ്പോൾ സൂക്ഷിക്കണം. നല്ല ടീമുകൾ, നല്ല കളിക്കാർ പുറത്തു പോകുമ്പോൾ അത് ഒരു ലോകകപ്പിന്റെ ഒരു ശോഭ കെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ വലിയ ടീമുകൾ എന്ന് പറയുന്നത് വൻ മരങ്ങൾ എന്ന് പറയുന്നത് വേൾഡ് കപ്പിന്റെ ഒരു ശോഭയാണ് എല്ലാ കാലത്തും. നമ്മൾ പുതിയ ആളുകൾ വരണം, പുതിയ ടീമുകൾ വരണം എന്ന് പറയുമ്പോഴും പഴയ ടീമുകളെ കുറിച്ചും വമ്പന്മാരെ കുറിച്ചും അവർ നിലനിൽക്കണം എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു ബാലൻസ് എപ്പോഴും വേണം. മുഴുവൻ പുതിയ ആളുകൾ വന്നാൽ പഴയ ആളുകളും വേണം. ഇനിയിപ്പോ അടുത്തത് എന്താണ്? നമ്മളെ അടുത്ത ഷൈജുവിന്റെ വെന്യൂ ഏതായാലും ഇനി നമ്മുടെ സ്വന്തം തട്ടകത്തിലേക്ക് കളം മാറുകയാണ്. അടുത്ത ആഴ്ച ഇവിടെ കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ടൂർണമെന്റ് ലാലിഗ വേൾഡ് സീരീസ് നടക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ അതേതായാലും മലയാളികൾക്ക് മലയാളത്തിൽ തന്നെ വീണ്ടും ഇപ്പൊ ഈ വേൾഡ് കപ്പിന്റെ ഒരു ഹാങ് ഓവർ മാറുന്നതിന് മുമ്പ് കുറച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളികൾ കാണാനുള്ള ഒരു അവസരം കൂടി വരികയാണ്. മലയാളം കമന്ററിയോട് കൂടിയുള്ള സംപ്രേഷണം ഉണ്ടാകുമെന്നാണ് നിലവിലുള്ള അറിയിപ്പ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി റൊണാൾഡോ എന്ന് ഒരിക്കൽ കൂടി വിളിക്കാൻ കഴിയുമെന്ന് ചോദിക്കുക. ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ വീടിൻ്റെ അകത്താണ്. കളിയില്ല, റൊണാൾഡോ ഇല്ല, സ്റ്റേഡിയം ഇല്ല, ആവേശമില്ല. ശ്രമിച്ചു നോക്കാം, ഒരു പക്ഷേ അത്രയും ഒരു ഫീൽ കിട്ടില്ല. എങ്കിലും ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ന്യൂസ് 18 കേരളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട്. ശ്വാസമടക്കി പിടിച്ച് സോച്ചി, ഫ്രീ കിക്ക് ഫോർ പോർച്ചുഗൽ ട്രെയിലിംഗ് 2-3. റൊണാൾഡോ എടുക്കുന്നു ആ ഫ്രീ കിക്ക്. ക്രിസ്റ്റിയാനോ റൊണാൾഡോ നിങ്ങളത് കാണുക. ഭൂഗോളത്തിൽ why this man is called a genius. എന്തുകൊണ്ടാണ് ഭൂഗോളത്തിൽ ജീനിയസ് എന്ന വിളിപ്പേരിന് പോർച്ചുഗലിന്റെ പ്രിയപുത്രൻ അർഹനായത് എന്നടിവരയിട്ട് തെളിയിക്കുന്ന ഗോൾ. ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഓവർ ദ മൂൺ. It's 3-3 in Sochi. ഷൈജു, ആവേശം എന്തായാലും പ്രേക്ഷകർ ഈ ആവേശം അദ്ദേഹത്തിൽ തന്നെ ഉൾക്കൊള്ളുന്നു. ഇനി ഇപ്പോൾ ഷൈജു മെസ്സിയുടെയും നെയ്മറുടെയും എല്ലാ വിശേഷങ്ങൾ പരിചയപ്പെടുത്തിയ ഷൈജു ഇനി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെയും മറ്റു പുതു വിവരങ്ങളുമായി ലാലിഗയിൽ നമ്മോടൊപ്പം വരുന്ന ദിവസങ്ങളിൽ തന്നെ ചേരും. ഷൈജി അവസാനം പറഞ്ഞ കമന്ററി തന്നെയായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഡബ് സ്മാഷ് ആയും ഒക്കെ പലരും അതിങ്ങനെ ഷെയർ ചെയ്ത് വരികയാണ്. ആ ഒരു എനർജി തന്നെയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രത്യേകത.